ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സഹോദരന്മാരെ, സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ മുസ്ലിമീങ്ങളായ മുഅ്മിനീങ്ങളായ നാം പുതുവർഷത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഹിജ്റ വർഷത്തിൻ്റെ പ്രാരംഭം കുറിക്കുന്ന മുഹറം മാസം വരുന്ന ബുധനാഴ്ചയോ വ്യാഴാഴ്ചയോ ആരംഭിക്കുകയാണ്. മുഹറം മാസത്തിൻ്റെ പവിത്രതയെല്ലാം നമുക്കറിയാം, അതിലേക്ക് പ്രവേശിക്കുന്നില്ല. പുതുവർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മുടെ ഒരു ആയുസ്സിൽ ഒരു വർഷം കുറയുകയാണ്. ഹിജ്റ 1448 പ്രവേശിക്കുന്നു. ഈ മുഹറം മാസത്തിൻ്റെ പ്രാരംഭത്തിൽ സൽക്രമങ്ങളെ കൊണ്ട് നാം ധന്യരാകേണ്ടതുണ്ട്. മുഹറം 9-ഉം 10-നും നോമ്പ് പ്രബലമായ സുന്നത്താണ്. ആശുറായിന് അഥവാ മുഹറം 10-ന് മുമ്പോ ശേഷമോ ഒരു ദിവസം നോമ്പ് പിടിക്കുക. അതായത് മുഹറം 9-ഉം 10-ഉം അല്ലെങ്കിൽ മുഹറം 10-ഉം 11-ഉം. ഷാഫി മദ്ഹബിൻ്റെ കിതാബുകളിൽ കാണാം 9-ഉം 10-ഉം 11-ഉം കൂടി പിടിക്കൽ സുന്നത്തുണ്ട് എന്നും. എന്നാൽ ഹനഫി മദ്ഹബിൽ ആശുറാ നോമ്പ് സുന്നത്താണ്. പക്ഷേ ഒന്നുകിൽ 9-നോടൊപ്പം താസുആ മുഹറം 9 ആ ദിവസത്തോടൊപ്പം 10-ന്റെ ആശുറാ നോമ്പ് പിടിക്കുക, അല്ലെങ്കിൽ 10-നോടൊപ്പം ആശുറായിനോടൊപ്പം 11-നും കൂടെ നോമ്പ് പിടിക്കുക. ഇങ്ങനെ 9-ഉം 10-ഉം അല്ലെങ്കിൽ 10-ഉം 11-ഉം. അല്ലെങ്കിൽ മുഹറം 10 മാത്രം പിടിക്കൽ മക്രൂഹാണ്, കറാഹത്താണ്. മുഹറം 9-ഉം 10-ഉം അല്ലെങ്കിൽ 10-ഉം 11-ഉം അതാണ് സുന്നത്ത്. എന്നാൽ 1 മുതൽ 10 വരെ നോമ്പ് പിടിക്കൽ സുന്നത്താണ്. പ്രബലമല്ലെങ്കിലും സുന്നത്തായിട്ടും കിതാബുകളിൽ കാണാൻ നമുക്ക് കഴിയും. മുൻഗാമികളൊക്കെ അപ്രകാരം ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ സൽപ്രവർത്തനങ്ങൾ ധാരാളമായി ചെയ്യേണ്ട 10 ദിനങ്ങളാണ്. 10 ദിനങ്ങളെന്നല്ല, ഈ പുതുവർഷത്തിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ അത് ചെയ്യേണ്ടതാണ്. അർഹമുർ റഹീമിനായ തമ്പുരാൻ പരിശുദ്ധമായ മുഹറം മാസത്തിൻ്റെ പവിത്രത മനസ്സിലാക്കി സൽക്രമങ്ങൾ ചെയ്യാൻ നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ.